അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖല്ലേ? പിന്നെ നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത്, പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, സപ്പോർട്ട് ചെയ്യാം. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ കഥകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുണ്ടാവില്ലേ? അവർക്കൊക്കെ ഇതൊന്ന് അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയാം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്കൊരു ഉഷാറുണ്ടാവും. അപ്പോൾ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാക്കെ. അന്നത്തെ രാത്രി സുലൈഖയ്ക്ക് ഉറക്കം വന്നില്ല. നാളെയല്ലേ എൻ്റെ ഇക്കയുടെ കല്യാണം. അവൾ പൊട്ടിക്കരഞ്ഞു പോയി. എൻ്റെ ഇക്ക, എനിക്ക് നിങ്ങളെ എന്ത് ഇഷ്ടമായിരുന്നു എന്നറിയാം. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ എന്നോട് ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നു? നാളെ മുതൽ നിങ്ങൾ വേറൊരു പെണ്ണിൻ്റേത്. എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യക്ക. കരയില്ലെന്ന് ഉറപ്പ് പറഞ്ഞിട്ടും അവൾ വീണ്ടും ഓരോന്ന് പറഞ്ഞ് കണ്ണീരിനെ പിടിച്ചു നിർത്താനായില്ല അവൾക്ക്. പൊട്ടിക്കരഞ്ഞുപോയി. അവൾ കരഞ്ഞുകൊണ്ട് കട്ടിലിൽ കമിഴ്ന്നു കിടന്നു. പെട്ടെന്നാണ് വാതിലിൽ മുട്ടുകേട്ടത്. മോളെ സുലൈഖ, മോളെ വാതിൽ തുറക്ക്. നബീസുമ്മയായിരുന്നു അത്. സുലൈഖ അവൾ വേഗം ചാടി എഴുന്നേറ്റു. ഉമ്മാക്ക് കരയില്ലെന്ന് വാക്ക് കൊടുത്തതാ. വേഗം അവൾ കണ്ണൊക്കെ തുടച്ചു എഴുന്നേറ്റിരുന്ന് വേഗം ഡോറ് തുറക്കാനായി ഓടി. ആ മോളെ സുലൈഖ, ഞാനിന്ന് നിന്റെ കൂടെയാണ് കിടക്കുന്നത് കേട്ടോ, വാ. അവർ അതും പറഞ്ഞു നബീസുമ്മ കട്ടിലിലിരുന്നു. അതെന്താ ഉമ്മ? നിങ്ങൾ ഇണക്കുരുവികൾ വീണ്ടും തമ്മിൽ തെറ്റിയോ? എൻ്റെ പൊന്നുമ്മ, എനിക്കൊരു വിഷമവും ഇല്ല കേട്ടോ. നിങ്ങൾ പോയിട്ട് കിടന്നോളി. നിങ്ങളെ കാണാനിട്ടതാ. അഹമ്മദിക്കൊക്കെ ഉറക്കം വരില്ല എന്തായാലും. വാ എഴുന്നേറ്റ്. അവൾ നബീസുമ്മയെ എഴുന്നേൽപ്പിച്ചു ഉന്തിക്കൊണ്ട് പറഞ്ഞു. ഉമ്മ, എനിക്ക് എന്തായാലും ഒറ്റയ്ക്ക് കിടക്കണം ഉമ്മ. എനിക്കൊരു വിഷമമില്ല. ഞാൻ കരയില്ലെന്ന് പറഞ്ഞതല്ലേ. ഞാൻ കരയില്ല ഉമ്മ, ഞാൻ തളരില്ല. എനിക്ക് എല്ലാം സഹിക്കാൻ പഠിച്ചവൻ ശക്തി തന്നിട്ടുണ്ട്. ഇന്ന് ഞാനിവിടെ ഒറ്റയ്ക്ക് കിടന്നോളാം. പിന്നെ ഫൈസിക്ക അവളോടൊത്ത് സുഖമായി ജീവിക്കട്ടെ. അവർക്കിടയിൽ ഞാനൊരു കരടായി ചെല്ലുന്നില്ല. അവളൊന്ന് തേങ്ങിക്കൊണ്ട് കട്ടിലിൽ പോയി കിടന്നു. നബീസുമ്മയ്ക്ക് ഇതൊക്കെ കണ്ട് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവർ വേഗം കണ്ണ് തുടച്ചുകൊണ്ട് മുറിയുടെ പുറത്തേക്ക് പോയി. സുലൈഖയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവൾ തേങ്ങി കരഞ്ഞു. ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇക്കയിൽ എനിക്കൊരു അവകാശമില്ലല്ലോ റബ്ബേ. ഇങ്ങനത്തെ ഒരു വിധി റബ്ബേ. ഇത് സഹിക്കാനുള്ള ശക്തി നീ തരണേ റബ്ബേ. ഞാൻ അത്രയോളം സ്നേഹിച്ചു പോയി എൻ്റെ ഇക്കാൻ്റെ സന്തോഷത്തിനല്ല ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അല്ലാതെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല റബ്ബേ. പക്ഷേ ഇക്കയ്ക്ക് എന്നോട് ഒരു തരി പോലും സ്നേഹമില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഒരിക്കലും ഇക്ക കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു. ആ രാത്രി ഉറക്കില്ലാതെ അവൾ കഴിച്ചു കൂട്ടി. സുബഹ് ബാങ്ക് കേട്ട ഉടനെ അവൾ എഴുന്നേറ്റിരുന്നു. ഉറങ്ങാത്തത് കാരണം കണ്ണൊക്കെ ആകെ ചുവന്ന് തലവേദന എടുക്കും പോലെയായിരുന്നു അവൾക്ക്. അവൾ നിസ്കാരപ്പായയിലിരുന്നു കൊണ്ട് കരഞ്ഞു ദുആ ചെയ്തു. റബ്ബേ, എന്നെ ഫൈസിക്കയുടെ നിക്കാഹ് എനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ലെന്ന് കരുതിയതാ. പക്ഷെ റബ്ബേ, നീ അതിനുള്ള ശക്തി നീ എനിക്ക് തരണേ അല്ലാ. ഇല്ല റബ്ബേ, ഇനി ഞാൻ കരയില്ല. എന്നെ വേണ്ടാത്തവർക്ക് എനിക്കും വേണ്ട. അങ്ങനെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. എനിക്കും ജീവിക്കണം. എന്നെ വേണ്ടാത്തവരെ ഓർത്ത് ഇനി ഞാൻ സങ്കടപ്പെടില്ല. അവൾ എഴുന്നേറ്റു. അടുക്കളയിലേക്കൊന്ന് പോയി നോക്കട്ടെ. എന്ത് സ്നേഹമുള്ള ആൾക്കാരാണ് ഇവിടെയൊക്കെ. സ്വന്തം മോളോട് പെരുമാറുന്നത് പോലെയല്ലേ അവരൊക്കെ എന്നോട് പെരുമാറുന്നത്. എന്നെ സമാധാനിപ്പിക്കുന്നതൊക്കെ. അവൾ ഓരോന്നോർത്തുകൊണ്ട് അടുക്കളയിലേക്ക് എത്തി. ആ മോളെ വാ, നിനക്കുള്ള ചായ റെഡിയാണ് കേട്ടോ, അഹമ്മദക്ക പറഞ്ഞു. വാ മോളെ, ഇവിടെ ഇരിക്ക്. നബീസുമ്മ ഒരു സ്റ്റൂള് നീക്കിയിട്ടു.
മോള് തീരെ ഉറങ്ങിയില്ല അല്ലേ? കണ്ണൊക്കെ നോക്കി ചുവന്ന പുന്തായിട്ടുണ്ട്. അവൾ ഒന്ന് തലതാഴ്ത്തി അവരുടെ കൈ പിടിച്ചു. ഇല്ല ഉമ്മ, ഇനി ഞാൻ വിഷമിക്കില്ല കേട്ടോ, സോറി. ഇനി അതൊന്നും ഓർത്ത് ഞാൻ കരയില്ല. മോളെ പോട്ടെ, നീ വിഷമിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ലാതാ. മോൾ ഒരിക്കലും വിഷമിക്കരുത്. എപ്പോഴും സന്തോഷമായിരിക്കണം. മോളും ജീവിക്കണം. മോളെ വേണ്ട എന്ന് പറഞ്ഞവരുടെ മുന്നിൽ, നിന്നെ തോൽപ്പിച്ചവർക്ക് മുന്നിൽ നീ ജയിച്ച് കാണിക്കണം. സുലൈഖയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. തനിക്ക് സങ്കടം വരുമ്പോൾ ചേർത്ത് നിർത്താനും അതിൽ പങ്കുചേരാനും ആൾക്കാർ. അവൾക്ക് ഇതൊക്കെ ഒരു പുതു അനുഭവമായിരുന്നു. ആ മോളെ, പിന്നെ നീ സെമീറ മോളെയും കൂട്ടി കടയിലേക്കൊക്കെ ഒന്ന് വാ. ഈ നാടൊക്കെ ഒന്ന് ചുറ്റി കാണാലോ. വെറുതെ ഇവിടെ തന്നെ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കല്ല. കടയിലേക്ക് വന്നെന്നാ നല്ല ചൂട് പഴംപൊരിയും ബജിയൊക്കെ തരാട്ടോ, അഹമ്മദ്ക്ക ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ നബീസു, ഞാൻ ഇറങ്ങട്ടെ എന്നാൽ കേട്ടോ. മോളെ സുലൈഖ, എന്നാൽ ശരി, മോള് അവളെയും കൂട്ടിയിട്ട് വാട്ടോ, ഞാൻ ചെല്ലട്ടെ. അഹമ്മദ്ക്ക കടയിലേക്ക് പോകാനിറങ്ങി. ഒരു ടോർച്ച് എടുത്തിറങ്ങി. അത് നോക്കി നിൽക്കുകയായിരുന്നു നബീസമ്മ. എന്ത് നല്ല കുരുവികളെപ്പോലെ. സുലൈഖ ഒരു നെടുവീർപ്പിട്ടു. ഇതാണ് ജീവിതം, എങ്ങനെയാവണ്ടേ ജീവിതം? ഇതൊക്കെയല്ലേ ഓരോ ഭാര്യമാരും കൊതിക്കുന്നത്. നമ്മൾ തളരുമ്പോൾ ചേർത്ത് പിടിക്കാനല്ല ഒരാളുണ്ടാവേണ്ടത്. ഒക്കെ പോകുമ്പോൾ ഒരു യാത്ര പറയല്, അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ നീ കഴിച്ചോ എന്നൊരു ചോദ്യം, എപ്പോഴും ഇല്ലെങ്കിലും വല്ലപ്പോഴെങ്കിലും ഇങ്ങനൊരു ചോദ്യം. അവൾ ഓരോന്ന് ഓർത്തുപോയി. ആ മോളെ സുലൈഖ, നീ പോയി കുറച്ച് സമയം കിടന്നു പോ. ഇന്നലെ ഉറങ്ങാത്തത് കൊണ്ട് നോക്കിയേ, കണ്ണൊക്കെ ചുവന്നിട്ട്. വയ്യാണ്ടാകണ്ട, നമ്മൾ പോയി കുറച്ച് സമയം കൂടി ഉറങ്ങിക്കോളൂ. വേണ്ട ഉമ്മ, അതൊന്നും ശീലമില്ല. എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ശീലമില്ല. എത്ര ഉറക്കം കഴിഞ്ഞാലും ആ സമയത്ത് എഴുന്നേൽക്കും. ഇല്ലെങ്കിൽ അവൾ ആ സമയം ആമിനുമ്മയെ ഓർത്തുപോയി. പിന്നെ ഉമ്മ കിടക്കാറുണ്ടോ നിസ്കാരത്തിന് ശേഷം? ഇല്ല മോളെ, ഞാൻ ആദ്യമൊക്കെ കടയിലേക്ക് കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ കൂടിയിരുന്നു. പിന്നെ എൻ്റെ ഹാർട്ട് ഒരു പണി തന്നെടുക്കും. അതിനുശേഷം മൂപ്പർ എന്നെ അങ്ങോട്ട് അടുപ്പിക്കാറില്ല. അപ്പോൾ ബാക്കി ഭാഗം പിന്നീട്. ഓക്കേ.